ഹൈക്കോടതി വിധി പ്രകാരമുള്ള ഏകീകൃത ഫീസുമായി മുന്നോട്ട് പോകണമെന്ന് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ കോളേജുകൾ നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും മാനേജ്മെന്റുകൾ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള യോഗത്തിലാണ് തീരുമാനം. മാനേജ്മെന്റുകളുമായി സർക്കാർ അല്പസമയത്തിനകം ചർച്ച നടത്തും. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഈ ഏകീകരിച്ച ഫീസ് തന്നെയായിരുന്നു മാനേജ്മെന്റുകൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി നടന്ന യോഗത്തിൽ മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഷീജ, കേൾക്കാം. മനു, ഏതായാലും മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചിരിക്കുന്നത്. മനു, മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം അല്പസമയം മുമ്പാണ് ഇവിടെ അവസാനിച്ചത്. അല്പസമയത്തിനകം തന്നെ സർക്കാരുമായുള്ള മാനേജ്മെന്റ് പ്രതിനിധികളുടെ ചർച്ച ആരംഭിക്കുന്നതായിരിക്കും. ഏതായാലും സർക്കാരുമായുള്ള കരാറും പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തങ്ങളുടെ നിലപാട് സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വിശദീകരിക്കും എന്നാണ് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകീകൃത ഫീസ് എന്ന നിലപാടുമായി മുന്നോട്ട് പോകാനാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശനത്തിനുള്ള വഴി ഒരുക്കേണ്ടത് സർക്കാരാണ് എന്നൊരു നിലപാടാണ് മാനേജ്മെന്റുകൾ പ്രധാനമായും സ്വീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ 12 മണിക്ക് അല്പസമയത്തിനകം തന്നെ സർക്കാരുമായുള്ള ചർച്ച ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ 3 മണിക്ക് വീണ്ടും ഇന്ന് യോഗം ചേരുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ അവരുടെ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഏകീകൃത ഫീസ് എന്നൊരു നിലപാടുമായി മാനേജ്മെന്റുകൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഏകീകൃത ഫീസ് എന്നൊരു നിലപാട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാടല്ല. പ്രത്യേകിച്ചും സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ടുള്ളൊരു പ്രവേശനം മാത്രമാകും ഈ വിഷയത്തിൽ. അത്തരത്തിലൊരു പ്രവേശനത്തിന് മാത്രമേ സർക്കാർ വഴി തുറക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സർക്കാരുമായുള്ള മാനേജ്മെന്റ് പ്രതിനിധികളുടെ ചർച്ച ഇവിടെ സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കുന്നതാണ്. തീർച്ചയായും ഷീജ, ഈ ഏകീകൃത ഫീസ് എന്ന കാര്യം ഏതായാലും സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പാവപ്പെട്ട വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ഭാവി അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ സ്വാഭാവികമായും മാനേജ്മെന്റുകളുമായി ഏറ്റുമുട്ടലില്ല, പക്ഷേ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയെ വരെ സമീപിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഏകീകൃത ഫീസ് എന്ന വിഷയത്തിൽ മാനേജ്മെന്റ് ഉറച്ചു നിന്നാൽ ജെയിംസ് കമ്മിറ്റിയുടെ നിലപാടുകൾ എങ്ങനെ നിർണായകമാകും? ജെയിംസ് കമ്മിറ്റിയും ഈ വിഷയത്തിൽ അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും സാമൂഹ്യ നീതിയിൽ ഉറച്ചു നിന്നുള്ള രീതിയിലെ പ്രവേശനം മാത്രമേ സാധ്യമാകൂ എന്നൊരു നിലപാട് തന്നെയാണ് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയും സ്വീകരിച്ചിട്ടുള്ളത്. അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ വിഷയത്തിൽ ഇതിൽ നിന്ന് മറിച്ചൊരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും മാനേജ്മെന്റുകളുടെ യോഗത്തിൽ തന്നെ ഈ കാര്യം നേരത്തെ വിശദീകരിച്ചിരുന്നു. മാനേജ്മെന്റുകൾ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കോളേജ് സ്വന്തം നിലയ്ക്ക് പൂർണ്ണമായും പ്രവേശനം വരെ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അത്തരം പ്രവേശനങ്ങളെ സർക്കാർ അംഗീകരിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെയും നിലപാട്. പ്രത്യേകിച്ചും അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, വ്യക്തമായും ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കണം പ്രവേശനം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഹൈക്കോടതി തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ നീതിയിൽ ഉറച്ചു നിന്നുകൊള്ളുന്ന ഒരു രീതിയിലുള്ള പ്രവേശനം മാത്രമേ സർക്കാർ അനുവദിക്കുകയുള്ളൂ. സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല, അത് നിയമാനുസൃതമല്ല എന്ന് തന്നെ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് സർക്കാരും സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ മാനേജ്മെന്റുകൾ ഏകീകൃത ഫീസ് എന്നൊരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിഷയം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഏതായാലും ഇന്നത്തെ ഈ യോഗത്തിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും സർക്കാരിന്റെ തുടർ നടപടികളും സർക്കാർ ഈ വിഷയത്തിൽ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക. ഇത്തരത്തിൽ ഒരു നിലപാടുമായി മാനേജ്മെന്റുകൾ അത്തരം ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നേക്കാം ഈ വിഷയത്തിൽ. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികളുടെ യോഗം കുറച്ച് സമയം മുമ്പ് തിരുവനന്തപുരത്ത് ചേർന്നു. സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് യോഗം ചേർന്നത്. ഏകീകൃത ഫീസ് എന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പക്ഷേ അങ്ങനെ വന്നാൽ അത് സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും സ്വാശ്രയ പ്രവേശനം നീളുന്ന കാഴ്ചയാണ് വീണ്ടും ഇപ്പോൾ വരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സർക്കാരുമായുള്ള ചർച്ചകൾ നടക്കും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ